ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ 2 ഗിനിക്കോഴികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 8 മാസം പ്രായമായിട്ടുണ്ട് ഈ കോഴികൾക്ക്. നമ്മൾ ഗിനിക്കോഴീനെയൊക്കെ വീടുകളിൽ വളർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, കൂട്ടിൽ നിന്നും പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത് പൊന്തക്കാട് തേടിയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു പറമ്പിൽ ഭയങ്കരമായിട്ടും കാടൊക്കെയാണ്. അപ്പോൾ അതിലേക്കാണ് ഈ കോഴി പറന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഒരു കോഴിക്കടയിൽ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പീസാക്കാമെന്ന് വിചാരിച്ച് പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിനിക്കോഴി പക്ഷേ നല്ലതാണെന്നാണ് പറയുന്നത്, ഔഷധ ഗുണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഗിനിക്കോഴിക്ക്. അപ്പോൾ എന്തായാലും എന്നാൽ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് ഒരു 2.25 കിലോളം കോഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറി വെക്കേണ്ട നല്ല പാകമായിരുന്നു കേട്ടോ. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ പീസ് തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 വിസിൽ വരുന്നവരെയാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 4 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട ഗിനിക്കോഴിക്കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. എന്നിട്ടൊരു 5 വിസിൽ വരുന്നത് വരെ ഞാൻ ഇത് വേവിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 സവാള ഇതിനാവശ്യമുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു തുടം വെളുത്തുള്ളി അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് സവാള നല്ലതുപോലെ ഒന്ന് വഴന്നു വരും കേട്ടോ. അതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ വളർത്തിയ കോഴിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ധൈര്യത്തോടുകൂടി നമുക്ക് കഴിക്കാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പച്ചിലയും എല്ലാം ഒക്കെ കൊടുത്ത് വളർത്തുന്ന കോഴിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ കറി മസാല പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അരപ്പെടുത്ത പാത്രം അല്പം വെള്ളം ചേർത്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുത്ത് ഇതൊന്ന് മൂപ്പാവുമ്പോഴേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗിനിക്കോഴി പീസുകളെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല നാടൻ കോഴിയുടെ സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇത് കറി വെച്ചപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത്. പിന്നെ കഴിച്ചിട്ടൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗിനിക്കോഴിക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗിനിക്കോഴികളെ നിങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ ഞാൻ തുളസിയില, പച്ചില എല്ലാമാണ് കൊടുത്ത് വളർത്തിയിരുന്നത്. അതുകൊണ്ടും നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.